മസ്തിഷ്കത്തിന് രോഗം ബാധിച്ച മകൻ്റെയും ഹൃദ്രോഗിയായ ഇളയ മകൻ്റെയും രോഗം മാറി സ്വന്തം ഭൂമിയിലെ കൂരയ്ക്ക് കീഴിൽ ഒരു രാത്രിയെങ്കിലും സന്തോഷത്തോടെ ഉറങ്ങാൻ കൊതിക്കുകയാണ് ഈ അമ്മ. കുഞ്ഞിന് പെട്ടെന്ന് തന്നെ തലയ്ക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര വിഷമം. എത്ര രൂപ ചിലവാകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഒരുപാട് പൈസ ആകുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കൊച്ചിന് എത്രയും പെട്ടെന്ന് അസുഖം കുറഞ്ഞ് കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് പറയുന്നത്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങൾക്കൊരു മൂസിൻ്റെ തറ കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു കൂര ഒപ്പിച്ച് എനിക്ക് കൊച്ചിനെ അതിനകത്തൊരു അന്ത്യമെങ്കിലും ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. ഇനിയിപ്പം കുഞ്ഞിനെ കൊണ്ട് തിങ്കളാഴ്ച പോകണം. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇതിനൊക്കെ ആലോചിക്കുക. കക്കോട് മൈലക്കൽ വാർഡിലെ വാടക വീട്ടിൽ കഴിയുന്ന ലളിതാംബിക എന്ന വീട്ടമ്മയുടേതാണ് ഒട്ടും അതിരുകടക്കാത്ത ഈ ആഗ്രഹം. 5 വയസ്സുള്ളപ്പോഴാണ് ഇവരുടെ മൂത്ത മകൻ മനോജിന് അപസ്മാര രോഗം പിടിപെട്ടത്. വേണ്ട ചികിത്സകൾ കിട്ടാതെ വന്നതോടെ രോഗം തലച്ചോറിനെ ബാധിച്ചു. ഇതോടെ 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു ഈ 15-കാരന്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വരുന്ന തിങ്കളാഴ്ച വീണ്ടും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുചെല്ലാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ വീട്ടുചിലവിന് പോലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇവർക്ക് മകൻ്റെ ചികിത്സാ ചിലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഏകദേശം 2 ലക്ഷം രൂപയിലധികം ചിലവ് ഓപ്പറേഷന് വേണ്ടിവരും. തലച്ചോറിന് ശസ്ത്രക്രിയ നടത്തിയാൽ മനോജിൻ്റെ രോഗം ഭേദമാകുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. മനോജിൻ്റെ കൂലിപ്പണിക്കാരനായ അച്ഛൻ അശോകൻ മകൻ്റെ ചികിത്സയ്ക്കായുള്ള പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അമ്മ ലളിതാംബിക കൂലിപ്പണിക്ക് പോകാറുണ്ടെങ്കിലും സുഖമില്ലാത്ത മക്കളെ വീട്ടിലാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കക്കോട് 3 സെന്റ് വസ്തു അനുവദിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇളയ മകൻ 3 വയസ്സുകാരൻ ആദിത്യന് ഹൃദയരോഗത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നാളുകൾ ഏറെയായിട്ടില്ല. മനോജിൻ്റെ മരുന്നിനു മാത്രം ആഴ്ചയിൽ 1000കണക്കിന് രൂപയാണ് വേണ്ടിവരുന്നത്. സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ മനോജ്. ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇവർക്കില്ല. ആലംബഹീനർക്ക് ആശ്രയമാകുന്ന, പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകുന്ന സന്നദ്ധ സംഘടനകളും ആശ്രയ കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ അനേകമുണ്ട്. നല്ലവരായ ഇത്തരം സാമൂഹ്യ സേവകരുടെയും ഉദാരമനസ്കരുടെയും സഹായഹസ്തങ്ങൾ തങ്ങളെയും തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ചില നല്ല മനുഷ്യരുടെ ചെറിയ സഹായങ്ങൾ ആദ്യം ലഭിച്ചിട്ടുള്ളതായും ഇവർ പറയുന്നു. മനോജിൻ്റെ ചികിത്സാ സഹായത്തിനായി കാനറ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 101010104817 സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.